ഹായ് ഫ്രണ്ട്സ്, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഈസ്റ്റേൺ കൺട്രീസിലേക്ക് എന്തുകൊണ്ടാണ് ഒരു പുതിയ സീ റൂട്ട് കണ്ടെത്തിയത്. ആ സീ റൂട്ടിലൂടെ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ യൂറോപ്യൻസ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അവർ ഇന്ത്യയിൽ ട്രേഡിനായിട്ട് വന്നു, പിന്നീട് നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലും എല്ലാം കൈയടത്തി. നമ്മുടെ പല പ്രദേശങ്ങളും അവർ കീഴടക്കി. അവരെന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് നമുക്ക് നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തതായിട്ട് ഇന്ത്യയിലെത്തിയ യൂറോപ്യൻസ് ആണ് ഡച്ചുകാർ. ഓക്കെ, സോ ഡച്ചുകാർ വന്നതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും M4E ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. The Europeans who came to India after the Portuguese were from Holland or Netherlands. They are also known as the Dutch. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻസ് എവിടെ നിന്നാണ്? ഹോളണ്ട് അല്ലെങ്കിൽ നെതർലാൻഡ്സ് എന്ന രാജ്യത്ത് നിന്നാണ്. ഇവരെ ഡച്ചുകാരെന്നും നമ്മൾ വിളിക്കുന്നു. നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ് ആൻഡ് ചിൻസൂര were the major trading centers of the Dutch in India. ഇന്ത്യയിൽ അവരെവിടെയൊക്കെയാണ് വ്യാപാരം നടത്തിയിരുന്നത്? നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ്, ചിൻസൂര എന്നീ സ്ഥലങ്ങളിലാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വ്യാപാരം നടത്തിയത്. The Dutch defeated the Portuguese in their competition for the monopoly in trade. അതായത് ഡച്ചുകാർ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് ഓൾറെഡി ഇന്ത്യയിൽ ആരുണ്ട്? പോർച്ചുഗീസുകാരുണ്ട്. പോർച്ചുഗീസുകാർ പല സ്ഥലത്തും ട്രേഡിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഡച്ചസിന് ആരൊരു ഭീഷണിയാണ്? പോർച്ചുഗീസുകാർ ഒരു ഭീഷണിയാണ്. അപ്പോൾ ഡച്ചുകാർ എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരുമായിട്ട് പല യുദ്ധങ്ങളൊക്കെ നടത്തി പോർച്ചുഗീസുകാരെ അതിൽ തോൽപ്പിച്ചതിന് ശേഷമാണ് ഇന്ത്യയിലെ ട്രേഡ് റിലേഷൻസ് ആര് കയ്യേറിയത്? ഡച്ചുകാർ കയ്യേറിയത്. മനസ്സിലായല്ലോ? സോ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻസ് എവിടെ നിന്നാണ്? ഹോളണ്ട് അല്ലെങ്കിൽ നെതർലാൻഡ്സിൽ നിന്നാണ്. അവരെയാണ് നമ്മൾ ഡച്ച് എന്ന് പറയുന്നത്. ഇവർ എവിടെയൊക്കെയാണ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അവർ വ്യാപാരം നടത്തിയിരുന്ന പ്രധാന കേന്ദ്രങ്ങൾ? നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ്, ചിൻസൂര. അതേപോലെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യയിലെ ട്രേഡ് അവർ കയ്യേറിയത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് വേൾഡ് മാപ്പാണ്. ഇതിലെവിടെയാണ് നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ട്? ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ട്. ഇവിടുത്തെ ആൾക്കാരെ ഡച്ചുകാരെന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ യൂറോപ്പിൻ്റെ ഭാഗമായ പ്രദേശം തന്നെയാണ് നെതർലാൻഡ്സും. നമ്മൾ നേരത്തെ കണ്ടിരുന്നു പോർച്ചുഗൽ എവിടെയായിരുന്നു? അതിൻ്റെ താഴെയുള്ള ഈ ഭാഗത്തായിരുന്നു പോർച്ചുഗൽ. അവിടെ നിന്നാണ് നമ്മുടെ വാസ്കോ ഡ ഗാമ യാത്രയൊക്കെ ആരംഭിച്ചത്. ഓർമ്മയുണ്ടല്ലോ? സോ ഡച്ചുകാർ ഇന്ത്യയിലെത്തി പല പ്രദേശങ്ങളിലും വ്യാപാരം അല്ലെങ്കിൽ ട്രേഡ് ആരംഭിച്ചതായി നമ്മൾ കണ്ടു അല്ലേ? ഡച്ചുകാർ കേരളത്തിലും എത്തിയിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിലും അവരെത്തിയിരുന്നു. അപ്പോൾ ഡച്ചുകാർക്ക് നമ്മുടെ കേരളത്തിൽ നേരിടേണ്ടി വന്ന ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ. എന്താണ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ എന്ന് നോക്കാം. In 1741, Marthandavarma, who ruled Travancore, clashed with the Dutch at Kolachal near Kanyakumari. സോ നമുക്കറിയാം 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത്. അതിനു മുൻപ് രാജവംശങ്ങളായിരുന്നു ഈ ഒരു പ്രദേശം ഭരിച്ചിരുന്നത്. അപ്പോൾ തിരുവിതാംകൂർ എന്ന രാജവംശം അന്ന് 1741 ഭരിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, സോ കന്യാകുമാരിയൊക്കെ അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായ പ്രദേശമായിരുന്നു. പിന്നീട് കേരള സംസ്ഥാനം രൂപീകരിച്ച സമയത്താണ് കന്യാകുമാരിയൊക്കെ നമ്മൾ തമിഴ്നാടിന് വിട്ടുകൊടുത്തത്. സോ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രദേശമാണ് കൊളച്ചൽ. ഈ കൊളച്ചലിൽ വെച്ചിട്ടാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുമായി യുദ്ധം നടത്തിയത്. ഏത് വർഷമായിരുന്നു? 1741. ഓക്കെ, വിത്ത് ദ ഡിഫീറ്റ് ഇൻ ദിസ് വാർ ദ ഡച്ച് ലോസ്റ്റ് ദെയർ സുപ്രമസി ഇൻ ഇന്ത്യ. സോ ഈ ഒരു യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത്? ഡച്ചുകാർ പരാജയപ്പെട്ടു. മാർത്താണ്ഡവർമ്മയുമായിട്ടുള്ള യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ദിസ് വാസ് എ ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് എ യൂറോപ്യൻ പവർ ലോസ്റ്റ് ടു ആൻ ഇന്ത്യൻ റൂളർ. അതായത് ഇന്ത്യയിലെത്തിയ ശേഷം ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ശക്തി
നമ്മുടെ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തിന് മുൻപിൽ പരാജയപ്പെടുന്നത്. അതുവരെ പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ പല യുദ്ധങ്ങളും നടത്തിയിരുന്നുവെങ്കിലും അവർ തന്നെയാണ് ജയിച്ചത്. എന്നാൽ ഡച്ചുകാർ ഇവിടെ നമ്മുടെ തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ടു. ഓക്കെ, സോ ഡച്ചുകാർ ഈ കൊളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഡച്ചുകാരുടെ സൈനിക തലവനായ ഡില്ലനോയിയെ മാർത്താണ്ഡവർമ്മ തടവിലാക്കി. വെറുതെ തടവിലാക്കുക മാത്രമല്ല ചെയ്തത്, ഡില്ലനോയിൽ നിന്നും യുദ്ധതന്ത്രങ്ങളെല്ലാം ആര് പഠിച്ചെടുത്തു? മാർത്താണ്ഡവർമ്മ പഠിച്ചെടുത്തു. അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൻ്റെ തലവനായി ആരെ മാറ്റി? ഡില്ലനോയിയെ മാറ്റി. അങ്ങനെ ഡില്ലനോയി തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്ന് പിന്നീട് അറിയപ്പെട്ടു. ഓക്കെ, സോ അന്ന് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ യുദ്ധം നടന്നത് കൊളച്ചലിലാണ്. അതിൻ്റെ സ്മരണാർത്ഥം കൊളച്ചലിൽ ഒരു യുദ്ധ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് കൊളച്ചൽ വാർ മെമ്മോറിയൽ. നമ്മൾ പറഞ്ഞു കൊളച്ചൽ ഇന്നത്തെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. അപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമാണ് ഇന്ന് ഏത് പ്രദേശം? കൊളച്ചൽ എന്ന പ്രദേശം. ദാ ഈ മാപ്പിൽ നിങ്ങൾക്ക് കൃത്യമായി കാണാം. ഇന്ന് കേരളത്തിൻ്റെ ഭാഗമല്ല കൊളച്ചൽ, പക്ഷേ അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു കൊളച്ചൽ. എന്നാൽ പിന്നീട് 1956 കേരള സംസ്ഥാനം രൂപീകരിച്ച സമയത്ത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് എല്ലാം നമ്മൾ തമിഴ്നാടിന് വിട്ടുകൊടുത്തു. സോ അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന കൊളച്ചൽ ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഡച്ചുകാര് കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് അല്ലെങ്കിൽ മലബാറിൻ്റെ പൂന്തോട്ടം. എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ്? ദി ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ഡച്ച് ഇസ് ദ വർക്ക് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളവും ഡച്ചുകാരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവന അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനാണ് ഹോർത്തൂസ് മലബാറിക്കസ്. Information about 742 medicinal plants of Kerala is presented in this book. ഈ ഒരു ബുക്കിൽ കേരളത്തിലെ 742 മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഹെൻറിക് വാൻ റീഡ്, ദ ദെൻ ഡച്ച് ഗവർണർ, വാസ് എ കമ്പൈലർ ഓഫ് ദിസ് വർക്ക്. സോ ഈ ഒരു പുസ്തകം ചിട്ടപ്പെടുത്തിയത് ആരാണ്? അന്നത്തെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ്. ഇട്ടി അച്യുതൻ, an indigenous medical practitioner, helped him in this composition. ഹെൻറിക് വാൻ റീഡിനെ ഏറ്റവും അധികം സഹായിച്ചത് അന്ന് കേരളത്തിലുണ്ടായിരുന്ന ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു വൈദ്യനായിരുന്ന ഇട്ടി അച്യുതനാണ്. സോ ഇട്ടി അച്യുതന് കേരളത്തിലെ ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ് അറിയായിരുന്നു. അതൊക്കെ ആർക്ക് പറഞ്ഞു കൊടുത്തു? ഹെൻറിക് വാൻ റീഡിന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, now Appu Bhatt, Renga Bhatt and Vinayaka Bhatt also contributed to the composition of this work. ഇട്ടി അച്യുതൻ മാത്രമല്ല, അപ്പു ഭട്ടും രംഗ ഭട്ടും വിനായക ഭട്ടും ഒക്കെ ആരെ സഹായിച്ചു? ഹെൻറിക് വാൻ റീഡിനെ ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു പ്രസിദ്ധീകരണം പൂർത്തിയാക്കാനായിട്ട് സഹായിച്ചു. Hortus Malabaricus was the first book to be printed with some Malayalam words. ആദ്യമായിട്ട് മലയാളം ലിപി അച്ചടിച്ചു വന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ഒരിക്കലും മുഴുവനായും ഒരു മലയാളം പുസ്തകമല്ല. അതിൽ ചില മലയാളം വാക്കുകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ പേര് മലയാളത്തിൽ അച്ചടിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, this work was translated into Malayalam and English by Dr. K.S. Manilal. അപ്പോൾ ഡോക്ടർ KS മണിലാലാണ് ഈ ഒരു വർക്ക്, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വർക്ക് ഇംഗ്ലീഷിലേക്കും അതേപോലെ തന്നെ മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒറ്റ പുസ്തകം മാത്രമല്ല, അതൊരു പ്രസിദ്ധീകരണമാണ്. 12 എഡിഷൻസ് അല്ലെങ്കിൽ 12 വാല്യങ്ങളിലായിട്ടാണ് ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇത് എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ഇത് നെതർലാൻഡ്സിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞാൽ മലബാറിൻ്റെ പൂന്തോട്ടമാണ്. അതിലെന്താ വിവരിക്കുന്നത്? 742 മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള, അതിനെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രസിദ്ധീകരണത്തിൽ പറയുന്നത്. മനസ്സിലായല്ലോ? സോ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ഇംഗ്ലീഷ് എഡിഷൻ്റെ കവർ പേജ്. ഇംഗ്ലീഷ് എഡിഷനും മലയാളം എഡിഷനും ആരാണ് രചിച്ചത്? KS മണിലാലാണ്. ഓക്കെ,
സോ ഇ.ടി. അച്യുതനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഇ.ടി. അച്യുതൻ വാസ് എൻ അക്കംപ്ലിഷ്ഡ് ഇൻഡിജീനിയസ് മെഡിക്കൽ പ്രാക്ടീഷണർ ബോൺ ഇൻ കടക്കരപ്പള്ളി വില്ലേജ് ഇൻ ചേർത്തല താലൂക്ക് ഓഫ് ദ പ്രസന്റ് ഡേ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഇൻ എ ട്രഡീഷണൽ ഫാമിലി ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്. സോ ഇ.ടി. അച്യുതൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി വില്ലേജിലാണ് ഇ.ടി. അച്യുതൻ ജനിച്ചത്. ഇനി ഇ.ടി. അച്യുതൻ്റെ പ്രത്യേകത എന്താണ്? ഇ.ടി. അച്യുതൻ്റെ ഫാമിലിയിലുള്ളവരെല്ലാവരും തന്നെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആയിരുന്നു. സോ ഇ.ടി. അച്യുതൻ ഒരു പാരമ്പര്യ വൈദ്യനാണ്. മനസ്സിലായല്ലോ. ഇനി ഹോർത്തോസ് മലബാറിക്കസിൽ പരാമർശിക്കുന്ന ചില സസ്യങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ചൂണ്ടപ്പനയാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, മലയാളം ലിപിയിലും എന്ത് എഴുതിയിട്ടുണ്ട്? ഈ സസ്യത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇനി രണ്ടാമത്തേത് കൈതച്ചക്കയാണ്. ഇവിടെയും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, കൈതച്ചക്ക എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇനി മൂന്നാമത്തെ ചിത്രം എന്താണ്? തെങ്ങിൻ്റേതാണ്. ഓക്കെ, തെങ്ങാണ് മൂന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത്. സോ ഇനി ജസ്റ്റ് ഒരു ഫാക്റ്റ് പറയാം. ഹോർത്തോസ് മലബാറിക്കസിലാണ് ആദ്യമായിട്ട് മലയാളം ലിപി അച്ചടിച്ച് വന്നത് എന്ന് പറഞ്ഞു അല്ലേ? സോ ഈ ഹോർത്തോസ് മലബാറിക്കസിൽ ആദ്യം പ്രിന്റ് ചെയ്ത അല്ലെങ്കിൽ ആദ്യം എഴുതിയ മലയാളം വാക്ക് ഏതാണ്? തെങ്ങാണ്. ഓക്കെ, മനസ്സിലായല്ലോ. സോ ഇപ്പം നമ്മൾ ഡച്ചുകാർ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ എത്തിയതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ആഫ്റ്റർ ദ ഡച്ച് ദ ബ്രിട്ടീഷ്, അതായത് ഇംഗ്ലീഷ് പീപ്പിൾ, ആൻഡ് ദെൻ ദ ഫ്രഞ്ച് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. സോ വ്യാപാരത്തിനായിട്ട് തന്നെയാണ് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ഇന്ത്യയിലെത്തിയത്. The wars fought between the British and French for dominance in South India are known as the Carnatic Wars. അതായത് ബ്രിട്ടീഷുകാരും അതേപോലെ തന്നെ ഫ്രഞ്ചുകാരും ഏകദേശം ഒരേ സമയത്ത് തന്നെ ഇന്ത്യയിൽ വ്യാപാരത്തിനായിട്ട് വന്നു. അപ്പോൾ അവർ പരസ്പരം തന്നെ ശത്രുക്കളായിട്ട് മാറി. സോ അവർക്കിടയിലും പ്രശ്നങ്ങളുണ്ടായി. അവർക്കിടയിൽ നടന്ന യുദ്ധങ്ങളെ പറയുന്ന പേരാണ് കർണാട്ടിക് വാർസ്. ഓക്കെ, കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധത്തിന് പറയുന്നത്. ഇനി ഈ കർണാട്ടിക് യുദ്ധങ്ങളിൽ ആരാണ് ജയിച്ചത്? ബ്രിട്ടീഷ് വൺ ഇൻ ദിസ് ഡിസിസീവ് വാർ. ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്. ആസ് എ റിസൾട്ട് ഫ്രഞ്ച് ഡോമിനൻസ് വാസ് റെഡ്യൂസ്ഡ് ടു പോണ്ടിച്ചേരി, യാനം, കാരക്കൽ ആൻഡ് മാഹി. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ആധിപത്യം വളരെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് ഒതുങ്ങി. ഏതൊക്കെ സ്ഥലത്തായിരുന്നു ഫ്രഞ്ച് ആധിപത്യം ഉണ്ടായിരുന്നത്? പോണ്ടിച്ചേരി, യാനം, കാരക്കൽ ആൻഡ് മാഹി. ഓക്കെ. ഇനി കർണാട്ടിക് യുദ്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. The wars fought between the British and French in India are known as Carnatic Wars. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ? ഇത് എവിടെ വെച്ചാണ് നടന്നത്? ഇന്ത്യയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. These battles took place in the Carnatic region, which included a major portion of the present-day Tamil Nadu and the coastal areas of southern Andhra Pradesh. So, ഈ കർണാട്ടിക് റീജിയനിൽ വെച്ചിട്ടാണ് ഈ യുദ്ധം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ഇനി ഈ കർണാട്ടിക് യുദ്ധം നടന്ന പ്രദേശം ഇന്ന് ഏത് സംസ്ഥാനങ്ങളുടെ ഭാഗമാണ്? ഇതിൻ്റെ മേജർ പോർഷൻ വരുന്നത് ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണ്. അതേപോലെ കുറച്ച് പ്രദേശം ആന്ധ്രാപ്രദേശിൻ്റെ കോസ്റ്റൽ ഏരിയാസിലും വരുന്നുണ്ട്. ഓക്കെ, ഈ യുദ്ധങ്ങളെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇവിടെ നമുക്ക് ഇന്ത്യയുടെ ഒരു മാപ്പ് കാണാം. ഇതിൽ ഏതൊക്കെ പ്രദേശത്താണ് പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ഫ്രഞ്ചുകാർക്കും ഒക്കെ ആധിപത്യം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അവർ വ്യാപാരം നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാം. ഓക്കെ, ആദ്യം തന്നെ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള പ്രദേശങ്ങളിലാണ് പോർച്ചുഗീസുകാർക്ക് ആധിപത്യം ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ഇവിടെ കൊച്ചി, അതേപോലെ ഗോവ, പിന്നെ ഡാമൻ, പിന്നെ ദിയു. ഓക്കെ, സോ ഇവിടെ പോർച്ചുഗീസ് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ് ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ഡാമൻ, പിന്നെ ദിയു. ഓക്കെ, ഇനി അടുത്തത് ഡച്ചുകാരാണ്. ഡച്ചുകാർ ഒക്യുപ്പൈ ചെയ്തിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ബ്ലൂ കളറിലാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നാഗപട്ടണം തമിഴ്നാടിൻ്റെ ഭാഗമാണ്. പിന്നെ ഏതാണ്? അഹമ്മദാബാദ്, അതേപോലെ ബറൂച്ച്, ഇത് രണ്ടും ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. പിന്നെ ഇവിടെ കാണാം ചിൻസാര അല്ലെങ്കിൽ ചിൻസൂറ,
ഈ ചിൻസുര എന്ന് പറയുന്ന പ്രദേശം വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമാണ്. ഓക്കെ, സോ ഡച്ച് ഓക്യുപ്പൈ ചെയ്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? നാഗപട്ടണം, അഹമ്മദാബാദ്, ബറൂച്ച്, അതേപോലെ ചിൻസൂര. ഓക്കെ, ഇനി ഫ്രഞ്ചുകാർ കൈയടക്കിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതാ ഇവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, അതേപോലെ യാനം. ഓക്കെ, പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം എന്നീ പ്രദേശങ്ങളാണ് ഫ്രഞ്ചുകാർ കൈയടക്കി വെച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമ്മൾ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് കൂടുതൽ പഠിക്കാൻ പോകുന്നത്. ഫ്രം ട്രേഡ് ടു പവർ, വ്യാപാരത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. The English East India Company was established by the British in 1600 for trade with Asia. ഏഷ്യയുമായി വ്യാപാരം നടത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ 1600 സ്ഥാപിച്ച കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ the English East India Company. The representative of the company, Captain William Hawkins, obtained permission from the then Mughal Emperor Jahangir to set up a factory in Surat, Gujarat. സോ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വ്യാപാരം നടത്തുന്നതിന് വേണ്ടി എത്തിയ സമയത്ത് അന്ന് മുഗൾ ചക്രവർത്തി ആയിരുന്നത് ജഹാംഗീർ ആണ്. സോ ജഹാംഗീറിൽ നിന്നും അന്നത്തെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്ന ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ഗുജറാത്തിലെ സൂററ്റിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് പെർമിഷൻ എടുത്തു, അല്ലെങ്കിൽ അതിനുള്ളൊരു അനുവാദം വാങ്ങി. ദ കമ്പനി ദെൻ സ്റ്റാർട്ടഡ് ഫാക്ടറീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. സോ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റിലാണ്. അതിനുശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവർ ഫാക്ടറി സ്ഥാപിച്ചു. After gaining dominance in Madras, Bombay, Calcutta, the company began to interfere in the administration of these territories. അതായത് ആദ്യം ഗുജറാത്തിലെ സൂററ്റിൽ കമ്പനി ഒരു ഫാക്ടറി സ്ഥാപിച്ചു, പിന്നീട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഫാക്ടറി സ്ഥാപിച്ചു. അങ്ങനെ മദ്രാസ്, ബോംബെ, കൽക്കട്ട ഇവിടെയെല്ലാം ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ആധിപത്യം നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം വ്യാപാരത്തിന് വേണ്ടി വന്ന ഇവർ പിന്നീട് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണത്തിൽ കൈകടത്താനായിട്ട് തുടങ്ങി. മനസ്സിലായല്ലോ? Now discuss how the company attained dominance in Madras, Bombay and Calcutta and interfered in the administration of these territories. മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അധികാരം സ്ഥാപിക്കാൻ സാധിച്ചത്, പിന്നീട് അവരുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിലും ഇടപെടാൻ സാധിച്ചത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ അതിൻ്റെ കാരണങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇൻ 1639 ദ നേറ്റീവ് കിങ് ദമർല വെങ്കിടാദ്രി നായക ceded the port of Madras to the British for a long period with the condition that he would get half of the toll revenue of the port. അതായത് 1639 മദ്രാസ് പ്രദേശത്തെ രാജാവായിരുന്ന ദമർല വെങ്കിടാദ്രി നായക മദ്രാസ് പോർട്ട് കുറച്ചധിക കാലത്തേക്ക് ബ്രിട്ടീഷുകാർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് നൽകി. കണ്ടീഷൻ എന്തായിരുന്നു? ആ പോർട്ടിൽ നിന്നും ലഭിക്കുന്ന ടോൾ റവന്യൂവിൻ്റെ പകുതി ആർക്ക് കൊടുക്കണം? രാജാവിന് കൊടുക്കണം. ഈ ടോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കപ്പൽ ഒരു തുറമുഖത്തിലേക്ക് അടുക്കണമെങ്കിൽ ആ തുറമുഖം ആരുടെ കീഴിലാണോ ഉള്ളത് അവർക്ക് കുറച്ച് പൈസ പേ ചെയ്യണം. ആ പൈസയാണ് ടോൾ റവന്യൂ എന്ന് പറയുന്നത്. സോ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുന്ന ടോൾ റവന്യൂവിൻ്റെ പകുതി ആർക്ക് കൊടുക്കണം? രാജാവായിരുന്ന ദമർല വെങ്കിടാദ്രി നായകിക്ക് കൊടുക്കണം. അങ്ങനെയാണ് മദ്രാസിൽ ഇവർ ഡോമിനൻസ് അല്ലെങ്കിൽ ഒരു അധികാരം സ്ഥാപിച്ചെടുത്തത്. ഓക്കെ, ഇനി അടുത്തത് ബോംബെ ആണ്. Bombay was gifted to the British King Charles II when he married the Portuguese princess Catherine in 1662. 1662 ബ്രിട്ടീഷ് രാജാവായിരുന്ന ചാൾസ് രണ്ടാമൻ പോർച്ചുഗീസ് പ്രിൻസസ് ആയിരുന്ന കാതറിനെ വിവാഹം കഴിച്ചപ്പോൾ
സ്ത്രീധനമായി കൊടുത്ത പ്രദേശമാണ് ബോംബെ പ്രദേശം അല്ലെങ്കിൽ ബോംബെ പ്രോവിൻസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ലേറ്റർ ഹാൻഡഡ് ഓവർ ടു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ ചാൾസ് രണ്ടാമന് ലഭിച്ച ഈ ബോംബെ പ്രോവിൻസ് അല്ലെങ്കിൽ ബോംബെ പ്രദേശം പിന്നീട് ആർക്ക് നൽകി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഓക്കെ, ഇനി ഫോർട്ട് വില്യംസ് വാസ് ബിൽറ്റ് ബൈ ബ്രിട്ടീഷ് ഇൻ 1698 അറൌണ്ട് 3 വില്ലേജസ് ഓഫ് സുതാനുത്തി, കലിക്കട്ട ആൻഡ് ഗോവിന്ദപുർ. അതായത് 1698 3 വില്ലേജസിൻ്റെ ചുറ്റുമായിട്ടാണ് ഫോർട്ട് വില്യംസ് അല്ലെങ്കിൽ വില്യം കോട്ട ബ്രിട്ടീഷുകാർ പണിതത്. ഗ്രാജുവലി ദ ഏരിയ ബിക്കെയിം എ ടൗൺ ആൻഡ് കെയിം ടു ബി നോൺ ആസ് കൽക്കട്ട. അതായത് ഈ 3 വില്ലേജസിന് ചുറ്റുമായിട്ട് ബ്രിട്ടീഷുകാർ ഒരു കോട്ട നിർമ്മിച്ചു. ആ കോട്ടയുടെ പേരാണ് ഫോർട്ട് വില്യം അല്ലെങ്കിൽ വില്യം കോട്ട. പിന്നീട് ആ ഒരു പ്രദേശം ഒരു ടൗൺ ആയിട്ട് മാറി. ആ ടൗൺ പിന്നീട് അറിയപ്പെട്ടത് കൽക്കട്ട എന്ന പേരിലാണ്. സോ കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലും എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് അധികാരം സ്ഥാപിക്കാൻ പറ്റിയത് എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയുമായി നടത്തിയ ഒരു യുദ്ധത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസി. The British established political dominance in India with the Battle of Plassey in 1757. 1757 ബ്രിട്ടീഷുകാരും ഇന്ത്യയും തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഈ യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സാധിച്ചത്. ഏത് വർഷമായിരുന്നു? 1757. The Nawab of Bengal, Siraj-ud-Dowla, was defeated in this battle by the forces of English East India Company led by Robert Clive. സോ ഈ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? അന്നത്തെ ബംഗാളിൻ്റെ നവാബായിരുന്ന സിറാജുദ്ദൗളയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു യുദ്ധം. അന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നയിച്ചിരുന്നത് ആരാണ്? റോബർട്ട് ക്ലീവ് ആണ്. ഓക്കെ, ദ കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ ഹെൽപ്ഡ് ദ ബ്രിട്ടീഷ് ടു ബ്രിങ് അതർ പാർട്സ് ഓഫ് ഇന്ത്യ അണ്ടർ ദെയർ കൺട്രോൾ. അങ്ങനെ ബംഗാൾ ആരുടെ കീഴിലായി? ബ്രിട്ടീഷുകാരുടെ കീഴിലായി. അതിനുശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. സോ ഇന്ത്യയിലെ ഏത് പ്രദേശമാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ കൈയടക്കി അവിടെ പൊളിറ്റിക്കൽ ഡോമിനൻസ്, ഒരു രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചത്? അത് ബംഗാളിലാണ്. ആ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഓക്കെ, now the land taxes in agriculturally rich Bengal helped the British build up their military power and raise money to conquer the rest of the country. സോ എന്തുകൊണ്ടായിരിക്കും ഈ ബംഗാൾ തന്നെ ആദ്യം ബ്രിട്ടീഷുകാർ ചൂസ് ചെയ്തത്? ബംഗാളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും വലിയൊരു പ്രത്യേകതയാണ് ബംഗാളിൻ്റെ മണ്ണ് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ്. അഗ്രികൾച്ചറലി റിച്ച് സോയിലാണ് എവിടെയുള്ളത്? ബംഗാളിലുള്ളത്. അതായത് അവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ടാക്സ് പിരിക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. അങ്ങനെ ലാൻഡ് ടാക്സസ് പിരിച്ചെടുത്തിട്ട് ആ പൈസ ഉപയോഗിച്ച് ബ്രിട്ടീഷിൻ്റെ സൈന്യത്തിൻ്റെ ശക്തി കൂട്ടി, അതായത് സൈന്യത്തിൻ്റെ പവർ കൂട്ടി, അംഗസംഖ്യ കൂട്ടി. അതേപോലെ തന്നെ മറ്റ് ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ ആവശ്യമായ പൈസയും ബ്രിട്ടീഷുകാർ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഈ ബംഗാളിലെ അഗ്രികൾച്ചറലി റിച്ച് ലാൻഡിൽ നിന്നും ടാക്സ് പിരിച്ചെടുത്തിട്ടാണ്. അതായത് അവിടുത്തെ കർഷകരിൽ നിന്നും ലാൻഡ് ടാക്സസ് ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്തു. അത് എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിച്ചത്? അവരുടെ മിലിറ്ററി പവർ ഇൻക്രീസ് ചെയ്യാനും ബാക്കി പ്രദേശങ്ങൾ കോൺക്വർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ. ഇനി ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം നടന്ന മറ്റൊരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബക്സർ. With the Battle of Buxar in 1764, the company acquired the right to collect taxes in the provinces of Bihar, Bengal and Orissa. അതായത് ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെ ബംഗാളിലാണ് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചത്. എന്നാൽ 1764 നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബക്സർ. ഇതിലൂടെ ബീഹാറിലും ബംഗാളിലും ഒറീസയിലും ടാക്സസ് കളക്ട് ചെയ്യാനുള്ള അധികാരം ആർക്ക് ലഭിച്ചു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. വിത്ത് ദാറ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസൻസ് ഇൻ ഇന്ത്യ ബിക്കെയിം സ്ട്രോങ്ങർ. സോ ഇപ്പോൾ കൂടുതൽ പ്രദേശങ്ങൾ ആരുടെ കീഴിലായി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി. ഓക്കെ, ദ ബ്രിട്ടീഷ് ഡിഫീറ്റഡ് ദ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് മുഗൾ റൂളർ ഷാ ആലം II, the Nawab of Oudh Shuja-ud-Dowla and the Nawab of Bengal Mir Qasim in this battle. So battle of Buxar ആരൊക്കെ തമ്മിലായിരുന്നു?
ഒരു വശത്ത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, മറുവശത്ത് ആരാണ്? കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് മുഗൾ റൂളർ ഷാ ആലം ടു, മുഗൾ രാജാവായിരുന്ന ഷാ ആലം രണ്ടാമൻ, അതേപോലെ അന്നത്തെ ഔദ് നവാബായിരുന്ന സൂജാ ഉദ് ദൗള, ബംഗാളിൻ്റെ നവാബായിരുന്ന മിർ ഖാസിം, ഈ 3 റൂളേഴ്സായിട്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യുദ്ധം ചെയ്തത്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത് സെൻഡ് മീ 2000 സോൾജേഴ്സ് ഐ വിൽ കോൺകർ ഇന്ത്യ. ഇത് പറഞ്ഞതാരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. എനിക്ക് 2000 സോൾജേഴ്സിനെ തരൂ, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. ഇത് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ്. അന്നത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മിലിറ്ററി കമാൻഡർ ആയിരുന്നു റോബർട്ട് ക്ലൈവ്. വൈ ഹി കമൻറ്റഡ് ലൈക്ക് ദിസ്? എന്തുകൊണ്ടാണ് റോബർട്ട് ക്ലൈവ് ഇങ്ങനെ പറഞ്ഞത്? ഡിസ്യൂണിറ്റി എമംഗ് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അന്നത്തെ കാലത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ പോലെയല്ല. ഇന്ത്യയിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെയും ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സോ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഡിസ്യൂണിറ്റി ആർക്ക് മനസ്സിലായി? റോബർട്ട് ക്ലൈവിന് മനസ്സിലായി. സോ ഇവരെ തമ്മിൽ തെറ്റിച്ചാൽ തന്നെ ഇന്ത്യ പിടിച്ചെടുക്കുന്നത് എളുപ്പമാണെന്ന് റോബർട്ട് ക്ലൈവിന് മനസ്സിലായി. രണ്ടാമത്തെ റീസൺ ആണ് മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സുപ്രിമസി ഓഫ് ബ്രിട്ടീഷ്. ബ്രിട്ടീഷിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മിലിറ്ററി ഉണ്ടായിരുന്നു, അതായത് സോൾജേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ ടെക്നോളജിക്കലി ബ്രിട്ടീഷുകാർ ഇന്ത്യയെക്കാൾ ഒരുപാട് മുന്നിലായിരുന്നു. പിന്നെ എന്താണ്? ടു എസ്റ്റാബ്ലിഷ് പൊളിറ്റിക്കൽ ഡോമിനൻസ് ഇൻ ഇന്ത്യ. അതേപോലെ റോബർട്ട് ക്ലൈവിന് മനസ്സിലായി ഇന്ത്യയിൽ രാഷ്ട്രീയപരമായ ആധിപത്യം സ്ഥാപിച്ചെടുക്കുക എളുപ്പമാണെന്ന്. പിന്നെ എന്താ? ടു എക്സ്പ്ലോയിറ്റ് ഇന്ത്യൻ വെൽത്ത് ആൻഡ് റിസോഴ്സസ്. ഇന്ത്യയുടെ വെൽത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുക എന്നതും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലക്ഷ്യമായിരുന്നു. ഓക്കെ, സോ ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് റോബർട്ട് ക്ലൈവ് പറഞ്ഞത് 2000 പട്ടാളക്കാരെ എനിക്ക് തന്നാൽ ഞാൻ ഇന്ത്യയെ കീഴടക്കി തരാമെന്ന്. ഓക്കെ, now the next topic is princely states and the company. നാട്ടുരാജ്യങ്ങളും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. The princely states of India were subjugated by the British through wars and diplomacy. അതായത് അന്ന് ഇന്ത്യയിൽ ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് പിടിച്ചടക്കിയത്? യുദ്ധങ്ങളിലൂടെയും അതേപോലെ പല നിയമങ്ങളിലൂടെയും ഒക്കെയാണ്. ആദ്യത്തേത് ആംഗ്ലോ മൈസൂർ വാറാണ്. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ഇറ്റ് വാസ് ഫോട്ട് ബിറ്റ്വീൻ ദ സദേൺ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് മൈസൂർ ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആംഗ്ലോ മൈസൂർ വാർസ് ആര് തമ്മിലാണ് നടന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അന്ന് സദേൺ സൈഡിലുണ്ടായിരുന്ന ഒരു നാട്ടുരാജ്യമായ മൈസൂറും തമ്മിലാണ്. ഓക്കെ, the Mysore army was led by Hyder Ali, who was a ruler of Mysore, and his son Tipu Sultan. മൈസൂർ യുദ്ധം അല്ലെങ്കിൽ ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്ന സമയത്ത് മൈസൂർ ആർമിയുടെ ഹെഡ് ആരായിരുന്നു? ഹൈദർ അലിയാണ്. ഓക്കെ, ഹൈദർ അലി മൈസൂറിൻ്റെ രാജാവായിരുന്നു. ഹൈദർ അലിയുടെ മകൻ ആരാണ്? ടിപ്പു സുൽത്താൻ. സോ ഹൈദർ അലിയും ടിപ്പു സുൽത്താനുമായിട്ടാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർ നേരിട്ടത്. ഓക്കെ, the company army and the Mysore sultans clashed 4 times. 4 പ്രാവശ്യം യുദ്ധം നടന്നു. ആഫ്റ്റർ ഹൈദർ അലീസ് ഡെത്ത് ഇൻ 1782 ടിപ്പു സുൽത്താൻ കമാൻഡഡ് ദ മൈസൂർ ഫോഴ്സസ്. 1782 ഹൈദർ അലി ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി മരണപ്പെട്ടു. അതിനുശേഷം മൈസൂറിൻ്റെ ആർമീനെ നയിച്ചത് ആരാണ്? അല്ലെങ്കിൽ മൈസൂറിൻ്റെ പട്ടാളക്കാരെ നയിച്ചത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. In 4th Mysore War of 1799, Mysore fell when Tipu Sultan was killed by the company forces. എന്നാൽ 4ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ 1799 ടിപ്പു സുൽത്താനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫോഴ്സസ് കൊലപ്പെടുത്തി. അതിലൂടെ ഈ ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിക്കുകയും മൈസൂർ ആരുടെ കീഴിലായി? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി. മനസ്സിലായല്ലോ. സോ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? സദേൺ സൈഡിലുണ്ടായിരുന്ന ഒരു നാട്ടുരാജ്യമായ മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു.
അന്ന് മൈസൂറിൻ്റെ രാജാവ് ഹൈദരലിയാണ്. ഹൈദരലിയും ടിപ്പു സുൽത്താനുമാണ് മൈസൂർ ആർമീനെ നയിച്ചിരുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി 1782 ഹൈദരലി മരണപ്പെട്ടു. അതിനുശേഷം മൈസൂർ ആർമിയെ നയിച്ചതാരാണ്? ടിപ്പു സുൽത്താനാണ്. എന്നാൽ നാലാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ 1799 ടിപ്പു സുൽത്താനെയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സോൾജേഴ്സ് കൊലപ്പെടുത്തി. അങ്ങനെ മൈസൂർ യുദ്ധങ്ങൾ അവസാനിക്കുകയും മൈസൂര് ആരുടെ കീഴിലായി? ബ്രിട്ടീഷുകാരുടെ കീഴിലായി. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ആംഗ്ലോ മറാത്ത വാർസ് ആണ്. ഇറ്റ് വാസ് ഫോർട്ട് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ദ മറാത്ത കിങ്ഡം. മൈസൂർ പോലെ തന്നെ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലെങ്കിൽ നാട്ടുരാജ്യമാണ് മറാത്ത രാജവംശം. മറാത്ത രാജവംശവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മറാത്ത വാർസ് എന്ന് അറിയപ്പെടുന്നത്. With the third Anglo-Maratha War, the Maratha territories came under the British control. മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത യുദ്ധത്തോടുകൂടി മറാത്ത പ്രദേശങ്ങൾ ആരുടെ അടിയിലായി അല്ലെങ്കിൽ ആരുടെ കൺട്രോളിലായി? ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ഓക്കെ, സോ 3 ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചു. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ 4 എണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, now with the defeat of Sikhs in Anglo-Sikh war between English East India Company and the Sikhs, Punjab came under the rule of British. അതായത് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? സിഖുകാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു. ഈ യുദ്ധത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജയിക്കുകയും പഞ്ചാബ് എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടീഷുകാരുടെ കീഴിലാവുകയും ചെയ്തു. സോ ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഏതൊക്കെ പ്രദേശങ്ങളാണുള്ളത്? അതൊരു ഫ്ലോ ചാർട്ടിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഓഫ് മെയിൻ ഇവൻറ്റ്സ് ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഡോമിനൻസ് ഇൻ ഇന്ത്യ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ ദ ക്ലാസ്സസ്. സോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ബ്രിട്ടനിൽ സ്ഥാപിതമായത്. ഓക്കെ, അതിനുശേഷം 1639 മദ്രാസിൽ അവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ പറ്റി. പിന്നീട് 1662 ബോംബെയിൽ അവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ പറ്റി. അതേപോലെ 1698 കൽക്കട്ടയിലും ആധിപത്യം സ്ഥാപിക്കാനായിട്ട് പറ്റി. പിന്നീട് ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെ ബംഗാൾ അവരുടെ കീഴിലായി. ശരിയല്ലേ? ബാറ്റിൽ ഓഫ് ബക്സറിലൂടെ ഒറീസയുടെ പ്രദേശങ്ങൾ അതേപോലെ ബംഗാളിൻ്റെ പ്രദേശങ്ങളൊക്കെ അവരുടെ അധീനതയിലായി. പിന്നീട് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ് നടന്നത്. ഈ 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിലൂടെ മൈസൂര് ആരുടെ കീഴിലായി? ബ്രിട്ടീഷുകാരുടെ കീഴിലായി. പിന്നീട് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ 3 എണ്ണം നടന്നു. ഇതിലൂടെ മറാത്ത പ്രദേശവും ബ്രിട്ടീഷുകാരുടെ കീഴിലായി. പിന്നീട് ആംഗ്ലോ സിഖ് യുദ്ധങ്ങളാണ് നടന്നത്. 2 ആംഗ്ലോ സിഖ് യുദ്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതുവഴി പഞ്ചാബും ബ്രിട്ടീഷുകാരുടെ കീഴിലായി. സോ ഇന്ത്യയുടെ ഒരുമാതിരിപ്പെട്ട മിക്ക ഭാഗങ്ങളും ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് അവരുടെ കീഴിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. മനസ്സിലായല്ലോ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായി പഠിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും അതിലൂടെ അവർ ഏതൊക്കെ പ്രദേശങ്ങളാണ് കൈയടക്കിയത് എന്നൊക്കെയാണ്. സോ ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ചെയ്തതിനെ പറ്റി പഠിക്കാനുണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി വയ്ക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.